മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ കണ്ണൻ്റെയും മഹിയുടെയും ജീവിതത്തിൽ പുതുജീവനേൽക്കാൻ പുലർച്ചെ 5 മണിക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞതിഥി, ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു മഹി. അങ്ങനെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കണ്ണൻ്റെയും മഹിയുടെയും ജീവിതത്തിൽ അലയടിക്കുന്ന സമയം സങ്കടത്തിൻ്റെ നിഴൽ ഇരുണ്ടു മൂടി നിൽക്കുകയാണ് കരുണയുടെയും മുത്തശ്ശിയുടെയും പ്രതാപൻ്റെയും ജീവിതത്തിലേക്ക്. മുത്തശ്ശിയാണെങ്കിൽ അതിരാവിലെ തന്നെ പ്രതാപനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് വക്കീലിനെ കാണാൻ പോകുന്നു. അപ്പം കരുണ ചോദിക്കുന്നു, ഇന്ന് ഉറപ്പായിട്ടും ജാമ്യം കിട്ടുമോ? ഇന്നാണ് കണ്ണനും അതുപോലെ അനന്തുവും പ്രതാപനും വാമദേവനും ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ കേസ് വാദിക്കുന്ന ദിവസം. എന്തായാലും കണ്ണൻ്റെയും അനന്തുവിൻ്റെയും വാദത്തിനൊടുവിൽ അവർക്ക് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. നേരം മുത്തശ്ശി കരുണയോട് പറയുന്നുണ്ട്, മോളെ എന്തുകൊണ്ടും അവന് ജാമ്യം കിട്ടാതിരിക്കുന്നതാ ഈ സാഹചര്യത്തിൽ നല്ലത്. അതെന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നത്? ജാമ്യം കിട്ടാതിരുന്ന നാണക്കേടാകില്ലേ? അതൊരു വാർത്തയാകില്ലേ? വാർത്തയായാലും നാണക്കേടായാലും വരാനുള്ളത് വന്നു. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ ആപത്താ. ഉണ്ണിയും ദുർഗയും ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞ ലക്ഷണമൊന്നുമില്ല. കണ്ണനും മഹിയും ഇതുവരെ അവരോട് സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അവർ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല, ആ മാർക്കു എന്ന് പറയുന്നവൻ വന്നിട്ടുണ്ട്. മോളാണെങ്കിൽ മഹാലക്ഷ്മി ആ സ്റ്റെപ്പിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. എന്നിട്ടും അവൾക്കും കുഞ്ഞിനും യാതൊരു ആപത്തും സംഭവിച്ചില്ല. അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും അങ്ങനെ അവരെ കൊല്ലാൻ നോക്കിയതിൻ്റെ പേരിന് പ്രതാപനെ അല്ല കയ്യേറ്റവും ചെയ്യുമെന്ന എൻ്റെ പേടി. അതുകൊണ്ടൊക്കെ തന്നെ പ്രതാപന് ജാമ്യം കിട്ടാതിരിക്കുന്നത് നല്ലത്. ആ വാമദേവന് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടായിരുന്നു. പുറത്തിറങ്ങുമ്പം ബാക്കിയുള്ള കാര്യം ഉണ്ണിയും അവൻ്റെ അനന്തരവൻ തന്നെ നോക്കിക്കോളും. അന്നേരം കരുണയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. മഹാലക്ഷ്മിയെ താഴെ തള്ളിയിട്ടപ്പോൾ ഉണ്ണി മഹാലക്ഷ്മിയും കുഞ്ഞും നഷ്ടമാകുമെന്ന്, അല്ലെങ്കിൽ കുഞ്ഞിനെയെങ്കിലും ഇല്ലാണ്ടാക്കാമെന്ന് വിചാരിച്ച കരുണയ്ക്ക് അതിട്ട് നടന്നുമില്ല. അപമാനങ്ങളുടെ പേരിൽ അപമാനം പെരുമഴയായിട്ട് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആകെ തകർന്നു നിൽക്കുവാണ്. അതേസമയം കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പിട്ട് പ്രതാപനാണെങ്കിൽ വാമദേവനോട് അവിടെ ഇരുന്ന് വിഷമമൊക്കെ പറയുന്നു. അപ്പോൾ വാമദേവനാണെങ്കിൽ പ്രതാപൻ്റെ മുമ്പിൽ കാല് പിടിച്ച് പറയുന്നത് പോലെ പറയുന്നു, ഞാനാ നിനക്ക് കൊട്ടേഷൻ തന്നെന്നുള്ള കാര്യം നീ കോടതിയിലെത്തി പറയരുതേ പ്രതാപ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാലോ, എൻ്റെ അനന്തരവൻ പിന്നെ എന്നോട് മിണ്ടത്തില്ല. മാത്രമല്ല കമലേശ്വരം തറവാട്ടിൽ എനിക്ക് കാലെടുത്ത് വെക്കാനും പറ്റില്ല. അവിടുന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായം ഒന്നിൻ്റെ പേരിലാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അറിയാലോ, ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ ഒറ്റ കൊടുക്കരുത് എന്ന് വാമദേവൻ പറയുന്ന സമയത്ത് പൈസയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ളൊരു സമയത്താണ് നിൻ്റെ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തത്. അത് 10 മടങ്ങ് ശക്തിയായിട്ട് ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ജയിലിൽ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മോളുടെ അവസ്ഥ നിനക്ക് പിന്നെ അറിയില്ലേ? അവളിപ്പോൾ ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുക. ആ കുഞ്ഞിൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നുള്ള സത്യം അതിൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ മോളെ ഉപേക്ഷിക്കും. എൻ്റെ മോളുടെ ജീവിതം തകർന്നു നിൽക്കുമ്പോൾ നിൻ്റെ ജീവിതം അങ്ങനെ കെട്ടിപ്പൊക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പ്രതാപൻ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് വാമദേവനെ. മഹിയും കുഞ്ഞും ജീവനോടെ കാണില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ദുർഗയെയും അതുപോലെ ഉണ്ണിയെയും ഇടുത്തി വെട്ടിക്കുന്നത് പോലെയായിരുന്നു കണ്ണൻ്റെ ആ ഒരു മറുപടി. മഹാലക്ഷ്മി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളൊരു വാർത്ത. ഇനി കണ്ണൻ്റെ സ്വത്തുക്കൾക്കെല്ലാം ഒരു പുതിയ അനന്തരാവകാശി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇനി തങ്ങൾ എന്ത് നടത്തിയിട്ടും കാര്യമൊന്നുമില്ല. സ്വത്തുക്കൾ നിയമപരമായിട്ട് മഹിക്കും അതുപോലെ കുഞ്ഞിലേക്കും പോകും എന്നുള്ള ഭയത്തിൽ നിൽക്കുവാണ്. പിന്നെ സ്നേഹത്തിൻ്റെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളത് മേടിച്ചെടുക്കാൻ നോക്കുവാണ് ദുർഗ. അപ്പോൾ കരുണ ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയുമ്പോൾ കണ്ണൻ്റെ ദേഷ്യത്തിന് ഒരല്പമെങ്കിലും കുറവ് വരും എന്ന് വിചാരിച്ചിട്ടാണ് കണ്ണനെ കണ്ടതും ദുർഗയാണെങ്കിൽ കരുണ ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അമ്മയാകാൻ പോകുന്നെങ്കിൽ ഞാനെന്ത് വേണം? പിന്നെ ഞാൻ നിങ്ങളോട് 2 പേരുടെ ആയിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം, കരുണയെ അമ്മയാകാൻ പോകുന്നു എന്ന പേരിനൊന്നും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആരും നിൽക്കണ്ട. ഉണ്ണിയുടെ ഭാര്യ തന്നെയാണ് കരുണ. അവളുമായിട്ട് ജീവിക്കരുതെന്നും ഞാൻ പറയില്ല. അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. മോനെ, അവൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, നീ അങ്ങ് ക്ഷമിച്ചു കളാ. അവൾക്കൊരു തെറ്റല്ല, അവരുടെ വീട്ടുകാർ മൊത്തം ചെയ്തത് തെറ്റാ. അതെന്താണെന്ന് അധികം താമസിക്കാതെ അമ്മയും മോനും അറിയും. അപ്പോഴും ഇതുപോലെ തന്നെ എന്നോട് പറയണം എന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ അങ്ങ് പോകുന്നു. അവൻ എന്താ ഈ അർത്ഥം വെച്ച് പറയുന്നത്? 2 ദിവസം കൊണ്ടുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. മഹിക്കും അതുപോലെ കണ്ണനും എന്തൊക്കെയോ കാര്യങ്ങൾ അവരെക്കുറിച്ച് അറിയാം. എന്തായിരിക്കും അവൻ എന്നിൽ നിന്നും മറയ്ക്കുന്നത്? എന്തിനാ വാമേട്ടനെയും പ്രതാപനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ. അതുകൊണ്ട് മോൻ എന്തായാലും സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊന്നും തിരക്ക് മോനെ. നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. ആ
ഞാനും വിചാരിക്കുന്നു ഇന്ന് സ്റ്റേഷനിൽ പോയി എന്തിൻ്റെ പേരിനാ അവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയാമെന്ന്. ഇനി കള്ളക്കേസിലും കാണാമെന്നോ എന്നറിയാലോ. എന്നാലും കരുണമോളെ ഈ വീട്ടിൽ കൊണ്ടുവരരുതെന്ന് കണ്ണൻ തറപ്പിച്ച് പറയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അവളെ ഈ വീട്ടിൻ്റെ പടി കയറ്റാൻ കണ്ണേട്ട സമ്മതിക്കുമോ? അയാൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യയല്ലേ അവൾ സ്റ്റെപ്പിൻ്റെ മേലിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടത്. അതിൻ്റെ ദേഷ്യം മാറുന്നത് വരെ എനിക്ക് തോന്നുന്നില്ല അവളെ ഈ വീട്ടിൻ്റെ പടി കയറ്റുമെന്ന്. അങ്ങനെയൊന്നും ദേഷ്യം മാറുന്ന രൂപത്തിനല്ല അയാളുടെ വർത്താനം കേട്ടിട്ടും. മറ്റെന്തോ കാര്യമുണ്ട്. ആ പ്രതാപനും അമ്മാവനും കൂടി ചെയ്ത കാര്യം കണ്ണേട്ടനും അതുപോലെ മഹാലക്ഷ്മി ഏട്ടത്തെയും കണ്ടെത്തി. ഇനി ഓഫീസിലെ വല്ല തിരിമറിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓഫീസിലെ തിരിമറിക്ക് എങ്ങനെയാ മോനെ പ്രതാപൻ പങ്കുചേരുന്നത്? മറ്റെന്തോ കാര്യമാണെന്ന് ദുർഗയെ ഉറപ്പിക്കുന്നു. അധികം താമസിക്കാതെ എന്തായാലും ഉണ്ണിയും നമ്മുടെ ദുർഗയും ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ തിരിച്ചറിയും. അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും? അതേസമയം ഹോസ്പിറ്റലിലെത്തുന്ന കണ്ണനാണെങ്കിൽ മഹിയെ ചേർത്ത് പിടിക്കുന്നു. കുഞ്ഞതിഥിയെ നോക്കി കണ്ണൻ മഹിയോട് പറയുന്നു, ആ വീഴ്ചയിൽ തനിക്കും കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നായിരുന്നു എൻ്റെ പേടി. അങ്ങനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഒരു കാലത്തും എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ കാരണമല്ലേ നിങ്ങൾ ആ വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അതൊന്നും സാരമില്ല കണ്ണേട്ടാ. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നുവെങ്കിലും ആർക്കും ആപത്തില്ലാതെ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് കഴിഞ്ഞല്ലോ. മംഗളമായിട്ട് കഴിയണമെങ്കിൽ ആ പ്രതാപനും വാമദേവനും കോടതിയിൽ നിന്നും ജാമ്യം കിട്ടാൻ പാടില്ല. അത് ശരിയാ കണ്ണേട്ടാ. ഇന്ന് കോടതിയിൽ പോണ്ടേന്ന് മഹിയും ചോദിക്കുന്നു. അപ്പം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.